സാമ്പാർ വെച്ചപ്പോ ഒരു ടിപ്പ് എനിക്ക് കിട്ടിയത് നിങ്ങളോട് ഷെയർ ചെയ്യണതാട്ടോ. ടിപ്പ് ഫോർ ദ ഡേ. അതെ, ഇത് കണ്ട അപ്പൊ വഴക്ക് കുറയത് എടുത്തത്. നിങ്ങൾ എപ്പോഴും ഇത് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കഴിയാൻ നല്ലതാന്ന് പറയണ നല്ല അഭിപ്രായം, ഞാൻ സമ്മതിച്ചു കൂട്ടോ. ഞങ്ങൾ എന്നാ ചെയ്തുകൊണ്ടിരിക്കണേന്നുള്ള വിവരം പറയാം. ഇനി കണ്ടോ ഞാൻ ചെയ്യുന്ന പരിപാടി വെച്ച് കഴിഞ്ഞാൽ മുറിയൂല. അതൊരു ടിപ്പാട്ടോ എല്ലാരും, നല്ല ടിപ്പാണ്. ഓരോരുത്തരുടെ കിച്ചണിൽ എങ്ങനെ ചെയ്യണമെന്ന് അവരവരുടെ തീരുമാനങ്ങളല്ല. ഞാൻ അപ്പൊ പുറത്തേക്ക് പോവാ, വീട്ടിൽ പോവാ. അതെ, സാമ്പാർ വെച്ചപ്പോ ഒരു ടിപ്പ് എനിക്ക് കിട്ടിയത് നിങ്ങളോട് ഷെയർ ചെയ്യണതാട്ടോ. അത് സാധാരണ വീടുകളിൽ ചെയ്യണതാണ് വീട്ടമ്മമാര്. ഇവിടെ അമ്മച്ചി കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അധികം അങ്ങനെ ചെയ്യാറില്ല. ഞാൻ കണ്ടിട്ട് അപൂർവ കണ്ടിട്ടുള്ളൂ കേട്ടോ. അതായത് ഈ സ്റ്റീലിന്റെ ഗ്ലാസ്സുകളിലോ കപ്പുകളിലോ ചെരുവത്തിലോ പാത്രത്തിലോ ഒക്കെ ഗ്ലാസ്സാ കൂടുതലും കപ്പും ഈ ചായക്കറ വെടിച്ചിരിക്കും. എന്നാന്ന് വെച്ചാൽ നമ്മള് കൂട്ടണ പാത്രത്തിൽ കറ വരും എപ്പോഴും. അമ്മച്ചി ഇവിടെ ജഗ്ഗില് എപ്പോഴും ഇങ്ങനെ വെക്കുമായിരുന്നു. പിന്നെ ഇരുമ്പമ്പുളിയും കൊണ്ടും അമ്മച്ചി ചെയ്യുമായിരുന്നു കേട്ടോ പുളിപ്പ. അപ്പൊ എന്നാന്ന് വെച്ചാൽ കറ പോവാനായിട്ട് സത്തെടുത്ത പുളി, അതായത് നമ്മള് ഉപയോഗിച്ചു പുളി പിഴിയാനായിട്ട് സാമ്പാറിൽ വാളംപുളി പിഴിഞ്ഞ് ചേർക്കൂലേ, അത് കഴിഞ്ഞിട്ട് അതിന്റെ പിശട് ആ പിശട് ഇങ്ങനെ സ്റ്റീൽ കപ്പിൽ ഇത് എവിടെ എവിടെയൊക്കെ കറയുണ്ടതേ അതിലേക്ക് ഇട്ട് വെക്കുക. കുറെ നേരം ഇരിക്കണം. ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മാറ്റി കളഞ്ഞു വെച്ച് ഇത് സോപ്പ് പൗഡർ ഇട്ട് കഴുകുക. അപ്പൊ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും, കറ പോകും. ഈ വാളംപുളി ഇടും അമ്മച്ചി ഇതുപോലെ. വാളംപുളി എല്ലാം ഇടുന്ന അതിന്റെ പിശറിടും. ഈ നെല്ലുവിളക്കൊക്കെ വാളംപുളി ഇട്ട് കഴുകൂലേ അവര്, ക്ലീൻ ആവാൻ പോവാൻ വേണ്ടി അതുപോലെയുള്ള കറ പോവാൻ വേണ്ടി ഇതും ചെയ്യും അമ്മച്ചി. ഇരുമ്പമ്പുളി ഉള്ള സമയത്ത് കുറെ ഇരുമ്പമ്പുളി ഇങ്ങനെ പഴുപ്പിൽ പാകാകുമ്പോ പറിച്ചേച്ച് അമ്മച്ചി ആ മഗ്ഗില്ലേ, കുഴയുള്ള മഗ്ഗ്, അതിനകത്ത് അതിങ്ങനെ തിരുമ്മി വെച്ചേക്കും. എന്നിട്ട് അമ്മച്ചി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അതെടുത്ത് കഴുകി കളയുള്ളൂ. എന്നിട്ട് അത് ഇതങ്ങ് മാറ്റി വെച്ച് സോപ്പ് പൗഡർ ഇട്ട് നന്നായിട്ട് കഴുകുമ്പോ പുത്തനായിട്ടിരിക്കും. ഞാൻ അത്ര നീറ്റൊന്നും പുത്തനാവൂല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, എന്റെ മെതഡ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഈ സാമ്പാർ വെച്ചപ്പോ ഒരു ടിപ്പ് നിങ്ങളോട് പറഞ്ഞു. ഓക്കെ, ടിപ്പ് ഫോർ ദ ഡേ. അതെ, നമുക്ക് ടിപ്പ് നമ്പർ 2 കാണാൻ പോവാട്ടോ. ദേ നമ്മുടെ തൊട്ടില്, അമ്മയുടെ ഭാഷയിൽ പറയുന്നതാട്ടോ തൊട്ടിരുന്ന്. ഇത് കണ്ട അപ്പൊ വഴക്ക് കുറയത് എടുത്തത്. ഞാൻ ഇതും കണ്ടല്ലാട്ടോ എടുക്കാറ്, ഇത് അപ്പയുടെ സാധനം. ഞാൻ വരുമ്പോ പോലെ ഉള്ളതായത് 2 ഉണ്ടായിരുന്നു, 1 പൊട്ടിപ്പോയി. അപ്പൊ ഈ സോപ്പ് പൗഡർ എടുക്കും പണ്ട് ഇതുകൊണ്ട്. പിന്നെ എന്തെങ്കിലും ഈ സൂഡോമോണാസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കണതാ. ഞാൻ ഇതില് കുമ്മായത്തിൽ ഇട്ട് വെച്ചിരുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറുത്, അതിപ്പോ കണ്ടില്ല എന്റെ. നിങ്ങൾ എപ്പോഴും ഇത് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കഴിയാൻ നല്ലതാന്ന് പറയണ നല്ല അഭിപ്രായം, ഞാൻ സമ്മതിച്ചു കൂട്ടോ. ഞങ്ങൾ എന്നാ ചെയ്തുകൊണ്ടിരിക്കണേന്നുള്ള വിവരം പറയാം. ഇത് മഴ പിടിക്കുമ്പോ എപ്പോഴും പൈപ്പിന്ന് വെള്ളം ഇങ്ങനെ കുത്തനെ വീണൊക്കെ ഏത് വീട്ടിലും സിമെന്റിന്റെ ഇട്ട ഭാഗങ്ങൾ അങ്ങനെ വരും. കാലപ്പഴക്കം കൊണ്ട് ഒരുപാട് മോശമായ സിറ്റുവേഷൻ ഉണ്ട് ഇനിയിപ്പോ. അപ്പൊ നമുക്ക് ഇത് ക്ലീനിങ് എങ്ങനെയാന്ന് കാണിക്കാം. ഞാൻ സാധാരണ ഈ കലവും ചട്ടിയൊക്കെ ഇവിടെ ഇട്ട് കഴുകി ഇറച്ചി മീൻ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നുറുക്കി പെറുക്കിയെടുത്ത് വെച്ച് ഇവിടെ ഇട്ടാൽ കഴുകിയെടുക്കണം പല സംഗതികളും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പല വീഡിയോയിൽ. അപ്പം ഈ ഭാഗം എന്നിട്ട് ഞാൻ വെറുതെ ചൂല് കൊണ്ട് ഈ മിറ്റടിക്കണ ചൂലില്ലേ, ചൂല് കാണിച്ചു തരാം നിങ്ങളെ. ആ ചൂല് കൊണ്ട് ചുമ്മാ അങ്ങ് അടിച്ച് കഴുകി വെള്ളം ഒഴിച്ചങ്ങ് ഒഴുക്കി വിടുകയുള്ളൂ. പക്ഷെ ഇങ്ങനെ ഈ കുമ്മായം മേടിച്ച് എനിക്ക് തരുമ്പോ ഇങ്ങനെ ദേ കവറിലിരിക്കണേ ഉണ്ടോ, കുമ്മായാണ്. തോമാടൻ ചേട്ടന്റെ കടയിൽ കുമ്മായാട്ടോ ഇതാ. ഈ കുമ്മായ ഇട്ട് അടിച്ചു കഴുകണത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ മനൂര് വരുമ്പോ അവരുടെ പണികള് ഇവിടെ ഈ ഭാഗത്തുള്ള കഴുകൽ കഴിയുമ്പോൾ ചേച്ചി ഞാനിവിടെ ഇത് തൂക്കിയിട്ടേക്കാം, പോവാൻ നേരത്തെ അടിച്ചു കഴുകി തരാന്ന് പറയും. അപ്പൊ നല്ല ക്ലീൻ ആയിട്ട് കിടക്കും. പിന്നെ ചില സാഹചര്യങ്ങളിൽ അടച്ച മഴ ഇതൊക്കെ വരുമ്പോ അവർക്കും വരാനുള്ള ഒരു അസൗകര്യങ്ങളുള്ളപ്പോ അവരും വരവ് ചിലപ്പോൾ കുറച്ച് ഡിലേ ആകുമ്പോഴാണ് കൂടുതൽ ഈ ഇഴുകൽ പോലെ വന്നത്. പിന്നെ കണ്ടിന്യൂസ് മഴ പെയ്യുമ്പോൾ എത്ര കഴുകിയാലും ഡെയിലി കഴുകിയാലും ഇഴുകലുണ്ടാവും. അത് സിമെന്റ് കറയാകുമ്പോൾ അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ന്യൂ ബ്രാൻഡൊന്നുമല്ല, 35 വർഷത്തോളം പഴക്കമുണ്ട് ഈ സംഭവം. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാലോ എന്തൊരു ഇതായിരിക്കും, അതിന്റെ രീതികൾ അറിയായിരിക്കും. അപ്പൊ ഞാൻ ചുമ്മാ നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് അവര് ചെയ്യണ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് കാണിക്കുക. അവരെ അടിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് അടിച്ച് നീറ്റായിട്ട് ഇട്ടേച്ച് പോവുള്ളൂ. ഇനി അവർ ചൊവ്വാഴ്ച വരുവുള്ളൂ. നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇഴുകലുള്ള ഭാഗത്തോടെ ഇച്ചിരിച്ച് ഇങ്ങനെ ഇടും. ഈ സ്പൂൺ അല്ല ഇതിനെടുക്കണത്, ഒരു വേറൊരു പ്ലാസ്റ്റിക് സ്പൂൺ അതിൽ കണ്ടില്ല. ഇനിയിപ്പോ എടുത്തപ്പോ എല്ലായിടത്തും പോയി കിടപ്പുണ്ടോന്നും എനിക്കറിയില്ല. ഞാനിതധികം കൈകാര്യങ്ങളില്ല ഈ പരിപാടിയെ. അതാ നല്ലത്. കാരണം ഇത് അപ്പ എടുക്കണ സാധനങ്ങൾ അല്ലെന്നേ, അതല്ല ഇഴുകലിന്റെ ഭാഗത്ത് അടിച്ചു കഴുകല് എനിക്കധികം ഇല്ല എന്നാ പറഞ്ഞ. പിന്നെ അവര് കഴിയുമ്പോ എങ്ങനെയാണെന്നറിയാമോ, ഇവിടെ മാത്രമല്ല ഇടണേ,
ഓടയിലും ഇടും. ഞാനിപ്പോൾ ഓടയിലൊന്നും ഇടണില്ല കേട്ടോ. ഓടയിലും ഇട്ടാച്ചാൽ അവർ കഴിയും നല്ല നീറ്റാക്കി ഇടും, പട്ട് പോലെ തിളങ്ങും. പക്ഷേ നിങ്ങൾ പലരും അവരെ കാണിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. അവർ വീക്കെൻഡിൽ വരില്ല ഒന്ന്. പിന്നെ ഓരോരുത്തർക്കും ഓരോ പ്രൈവസികളുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ മുഖം കാണിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അവരെ കാണിക്കാത്തത്. വർഷങ്ങളായിട്ട് ഇവിടെ നിന്നുകൊണ്ട് നിൽക്കുന്നവരാട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നവർ. അപ്പം ഇനി ഇതിങ്ങനെ കിടക്കട്ടെ ഇവിടെ. ഇത് കുറേ നേരം ഇങ്ങനെ കിടക്കണം. അത് കഴിഞ്ഞിട്ട് അടിച്ച് കഴുകുമ്പോൾ കാണിക്കാൻ. ഞാൻ അടിച്ച് കഴുകുമ്പോൾ അത്ര നീറ്റായിട്ടൊന്നും ഇരിക്കൂല. എനിക്ക് അത്രയ്ക്കുള്ള ക്ഷമ ഇതൊന്നുമില്ല അത് ചെയ്യാനായിട്ട്. ഞാൻ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. അപ്പം ഇതിവിടെ കിടക്കട്ടെ കേട്ടോ. കപ്പയുടെ ലിസ്റ്റിൽ എഴുതി വെക്കണം. ഒരാഴ്ചത്തേക്ക് ഇങ്ങനെ ഉള്ളതേ ഇതുള്ളൂ. 2 പ്രാവശ്യം ഇങ്ങനെ അടിച്ചു എഴുതാനുള്ളതേ ഇതുള്ളൂ. തീരും അടിച്ചു വെക്കണം. അപ്പം കണ്ടോ, ഈ പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. ആ മുകളിൽ 2 പൈപ്പുണ്ട്. അപ്പം അങ്ങനെ എപ്പോഴും ഇഴുകലുണ്ടാവും മഴ പെയ്യണ വെള്ളം കൂടാതെ. മഴ പെയ്യുമ്പോഴൊക്കെ പൈപ്പിൽ നിന്ന് ഡയറക്റ്റ് ടെറസ് മുകളിൽ നിന്ന് വീണുകൊണ്ടിരിക്കും. നീ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കാണിക്കാം. കപ്പിലധികം ചെളിയില്ലാന്ന് അമ്മ പറയാ. പുളിയിട്ട് വെച്ചില്ലേ രാവിലെ? 4:10. ഓ, ഇതിന് മുമ്പ് തിളക്കേണ്ടതാണ്. വൈകി ഉണ്ടതുകൊണ്ടാട്ടോ. 2 മണിയായപ്പോഴാണ് ഉണ്ടത്. ഞാൻ പറഞ്ഞല്ലോ. ഇനി ചായ അതിന് മുമ്പ് 2-3 കപ്പോളം ഉണ്ടാവും. ഒരെണ്ണം സ്റ്റോറിലിങ്ങനെ ഇരിപ്പുണ്ട. അപ്പൊ ഇതൊക്കെ ക്ലീൻ ആയിട്ടായിരിക്കണം. ഇനി ഇതിലേക്ക് ഉരച്ച് കഴുകേണ്ട കാര്യമില്ല. അപ്പൊ ഈ പുളിയില്ലേ വേസ്റ്റിലേക്ക് ഇടാം. എന്നിട്ട് തേച്ച് കഴുകിയെടുക്കാം കേട്ടോ. ഇനി കണ്ടോ ഞാൻ ചെയ്യുന്ന പരിപാടി. കേട്ടോ. നിങ്ങളത് ഫോളോ ചെയ്യാൻ വേണ്ടിയല്ല. നിങ്ങൾക്കൊക്കെ വേറെ മാർഗങ്ങളുണ്ടാവും. അത് ഞങ്ങളോട് പറയുക അല്ലേ. സോപ്പ് പൗഡർ വിംബാറാട്ടോ. സോപ്പ് പൗഡർ അല്ല, വിംബാർ. നോക്ക, സ്റ്റീൽ സ്ക്രബിന്റെ കൂടെ ഈ പഴയ പച്ച സ്ക്രബ് വെച്ചേക്കണം. ഇതാട്ടോ ഇവിടെ പാത്രം കഴുകാൻ വെച്ചേക്കണം പച്ച. എന്തിനാ വെച്ചേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ അല്ലെങ്കിൽ മുറിയും. അപ്പൊ പഴയ ഒരു പച്ച ഇതിൽ വെച്ചാൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മുറിയൂല. അതൊരു ടിപ്പാട്ടോ. എല്ലാരും നല്ല ടിപ്പാണ്. കാരണം ഇതല്ലെങ്കിൽ ഇച്ചിരി അടർന്നു കഴിയുമ്പോ ഇതിലേക്ക് ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോ ഇതിലുള്ള അതിന്റെ ആ കമ്പി പോലെ ഇരിക്കുന്ന സാധനം മുറിയും കൈ. എന്റെ പലപ്പോഴും മുറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ദിവസം ഓർത്തതാണ്, പഴയ സ്ക്രബ് ഇങ്ങനെ ഉപയോഗശൂന്യായി നമ്മൾ മാറ്റൂലേ, അത് മാറ്റണ ഈ പാത്രം കഴിയണ സ്ക്രബ് തന്നെ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നാൾ കുഞ്ഞോളം എന്നോട് പറഞ്ഞു, എന്തിനാ ചേച്ചിയും അലൂമിനിയം പോലെയുള്ള ഇതിന്റെ കൂടെ ഇത് വെച്ചേക്കണം. അയ്യോ അത് മാറ്റില്ലേന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഇതാന്ന് ഭയങ്കര ചിരി. നല്ല പരിപാടിയാണല്ലോ ചേച്ചിന്ന്. ഇതൊക്കെ ഓരോ സിമ്പിളാണ്, പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇത് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ സിമ്പിളാ ചില കാര്യങ്ങളാണ്. ഇതായിട്ട് നിങ്ങൾ എടുക്കണ്ട. വളരെ അടുക്കളയിൽ ഏറ്റവും അപ്പൊ പറയാൻ പോലെ സാധാരണ ഒരു കിച്ചണിൽ നടക്കുന്ന സാധാ രീതികളാട്ടോ, അല്ലാണ്ട് ഒരിക്കലും ഒരു ഇതല്ല ഇത്. ഈ സോപ്പ് ഇതിൽ ഇരിപ്പുണ്ട്, അത് വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ മറ്റേ കപ്പിലേക്ക് വന്നിട്ട് അരച്ച് കഴുകിയേക്കാം. ഇത് കഴുകി കാണിച്ചു തരാം കേട്ടോ. അതെ, കഴുകി എടുത്തോണ്ട് വരാം. പുളിയിട്ട് കറ കളഞ്ഞ കപ്പ. നല്ല തിളക്കാണ് കേട്ടോ. ഇത് ഇവിടെ ഇരുന്നത് ഞാൻ സോപ്പ് പൊടി വെറുതെ അതിൽ കുറച്ചുണ്ടായിരുന്നത് കളയണ്ടല്ലോ എന്നോർത്ത് അതൊക്കെ ഇട്ട് കഴിയുന്നുള്ളൂ കേട്ടോ. അതെ, ഇത് ചെറുതാ. ഇതും മുറിയൊന്നും കഴിക്കുന്നത്. ഇനി സ്റ്റോറിലൊരു മുട്ടനിരിപ്പുണ്ട്, അത് പിന്നെ കഴുകി ഉണക്കി വെച്ചേക്കണം. അങ്ങനെ അതെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതിലാണ് ചായ കൂട്ടിയെടുക്കുന്നത്. ഓക്കെ, കുറ്റിച്ചൂല വലിയ ചൂലുകളൊന്നും എടുത്താൽ ഇത് ക്ലീൻ ആവൂല. അതുകൊണ്ടാട്ടോ. കണ്ടോട്ടോ, പണ്ടൊക്കെ അമ്മച്ചിട്ടുള്ളപ്പോ ഇല്ലേ ചകിരി വെട്ടിയേച്ച് ഉരച്ച് കഴിയും ഇന്നത്തെ കാലത്ത്. ഇവരൊക്കെ ചൂടുകൊണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടിക്കുമ്പോഴൊക്കെ ഇതൊന്നും ആവില്ല. നിങ്ങൾ ക്ലീനിങ് എങ്ങനെയാന്നുള്ളതൊന്ന് കാണിക്കാമെന്ന് കേട്ടോ. പക്ഷെ വെള്ളം ഒഴിച്ചേച്ച് ഇവിടെ വെള്ളം ഇല്ല. വെള്ളം അവിടെ ഒഴിക്കാം. ഇത് കാണിക്കാം. വേറെ സോപ്പൊന്നും ഇടൂല അല്ലേ? സോപ്പ് പൗഡർ ഒന്നും വേണ്ട. ചുമ്മായി ഇട്ടാത്തിന് അതൊന്നും ഇല്ല.
ഞാൻ ചൂലും കണ്ട് കുമ്മായിട്ട് അടിച്ചു കഴിയേ എൻ്റെ ഭാഗമാണ്. ഇത്രയും ക്ലിയർ ആയിട്ടാണ് ഞാൻ ചെയ്യുള്ളൂ. പിന്നെ കൂടുതലൊന്നും ശക്തിയിൽ ചെയ്യാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പഴമയുടെ അതിൻ്റെതായ കുറവുകൾ ഒരുപാടുണ്ട്. പിന്നെ അവരെ കൊണ്ട് ജയിക്കുമ്പോൾ കുറച്ചുകൂടി നീറ്റായിട്ട് കിടക്കും. മഴക്കാലല്ലേ, അപ്പൊ കുറച്ച് ഇഴുകലൊക്കെ ഉണ്ടാവും. ഓക്കെ ഓക്കെ. അമ്മ കൃഷിയിടത്തിലേക്കാണോ കൊണ്ടുവന്നെ ആഹാരമൊക്കെ? നിന്റെ അവിടെ ഇതപ്പയ്ക്കാ കസേരയിൽ കഴിച്ചു. ഇത്രയും വേണ്ടായിരുന്നു. നാപ്പയ്ക്ക് ആവശ്യം കൂടുതലുള്ള കൊടുക്കാൻ അത് പിന്നെ വെന്തിട്ടുണ്ടോ? ഒരെണ്ണം കട്ടി കൂടിയ 2 കഷ്ണമുണ്ട്, അതാണ് വേവാത്ത ഈ അടിഭാഗം. ബാക്കി എല്ലാം കുഴഞ്ഞിട്ടുണ്ട്. അമ്മ കഴിച്ചോ? ചിറകോ? ചിലത് കുഴഞ്ഞ് അതിലേക്ക് വെള്ളത്തിലേക്ക് പോയി. അത് ഇങ്ങനെ തണ്ട് പോലെ ഇങ്ങനെ ഒരു കടുപ്പുള്ള ഭാഗമുണ്ട്, അതാ വേവാതിരിക്കണേ. മറ്റേ നടണതിൻ്റെ ആ ഭാഗം എനിക്ക് വേണ്ട, ഞാൻ തിന്നില്ല. അമ്മയുടെ ചിലര് പറയുന്നുണ്ട് അതെ കിളി കൂടാണ് ഞാൻ വന്നേക്കണ. പിടിക്കും, ഞാൻ വേർതിരിക്കോ? പിടിക്കാം. ഇറത്ത് വെക്കട്ടെ. ചൂടാ, ഇറത്ത് വെക്കാം. ചൂടുണ്ട്, ചൂട്. ഇത് കയറിട്ടോ. ഇത് നമ്മള് തേങ്ങ വറുത്തുന്ന മീൻ വറുത്ത് കഴിയുമ്പോ എണ്ണ വാലാനായിട്ട് വെക്കണം കേട്ടോ. ഇതിന് സൈഡിലേക്ക് വെക്കും. എണ്ണ ഇല്ലാത്തടത്ത് വെച്ചേ ചട്ടുക എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കയറ്റി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ എണ്ണ വാർന്ന് കിട്ടും. സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അത് കഴിയുമ്പോൾ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. ഇങ്ങനെയാണ് ഞാൻ ചെയ്യണ മെത്തേഡാട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യണേന്ന് നിങ്ങളുടെ മെത്തേഡുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ ഞങ്ങൾക്കും അറിയാൻ പറ്റും. അതനുസരിച്ച് ഞങ്ങൾക്കും ചെയ്യാൻ വേണ്ടിയാട്ടോ. ഇച്ചിരി വേവ് കുറവുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കണം കേട്ടോ. ഇട്ട് മൂടി വെക്കാം. എണ്ണ വാർത്ത് കഴിയുമ്പോൾ നിനക്ക് തിന്നാം. അപ്പൊ ഊണ് കഴിക്കാറാകുമ്പോഴേക്കും നന്നായിട്ട് എണ്ണ അങ്ങ് വാർന്ന്. അതിനൊക്കെ മുമ്പ് എണ്ണ വാർന്ന് കഴിയും. ഞാൻ ഊണ് കഴിക്കാറാകുമ്പോഴാണ് ശരിക്കും വറക്കണ്ട. രാത്രി ആകുമ്പോൾ നടക്കില്ല, അതുകൊണ്ട് നേരത്തെ വറുത്തതാ. ശരിക്കും അന്നേരമാണ് വറക്കേണ്ടത്. പക്ഷെ ഇത് ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ അത് പറ്റും, വൈകുന്നേരം എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നേരത്തെ വറുത്തതാട്ടോ. അത്രേ ഉള്ളൂ. ചിരിച്ചോണ്ടാണല്ലോ വരവ്. അവിടെ ക്ലിപ്പ് വെച്ചിട്ടുണ്ടോ നോക്കി. ഇതിന്റെ ക്ലിപ്പോട് കൂടി കളഞ്ഞോന്നൊരു ഡൗട്ട്. ഇത് വെച്ചേച്ച് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നേരത്തെ ഒന്ന് കാണിച്ചിട്ടുണ്ടെന്നൊന്നും അറിയില്ല. ടിപ്സിലിടാതെ ഞാൻ കട്ട് ചെയ്തെടുക്കണ കണ്ടോട്ടോ. ഓ, കത്രിക കൊണ്ടാണ് ഇതൊക്കെ കട്ട് ചെയ്യണേ. അത് കൈ കൊണ്ടിങ്ങനെ വലിച്ചാക്ക പോന്നോളൂ. ഇവിടെ ഒന്ന് പിടിച്ചേ. ഇല്ല, ഞാൻ കത്രിക എപ്പോഴും എടുക്കണം. അല്ല, ഞാൻ സാധാരണ തട്ടയിൽ വെച്ച് ചെയ്യണം. അപ്പൊ പുറത്തേക്ക് കൊണ്ടുവന്ന ഇത് പിടിക്കാൻ വേണ്ടി. കണ്ടോട്ടോ, അതെ എന്റെ മെത്തേഡ്. പിടിച്ചോട്ടോ അവിടെ. ഇതാണ് നമ്മുടെ ഗാർബേജ് ബാഗ്. ഇത് നമ്മുടെ ടിപ്പ് നമ്പറൊന്നുമില്ല. നമ്മൾ ചെയ്യണ രീതികളല്ലേ ടിപ്പെന്ന് പറയണമെങ്കിൽ പറയാം. നമ്മൾ കിച്ചണിൽ നമ്മളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള സംഗതികൾ കാണിക്കണം. അതെ അതെ അതെ. വേസ്റ്റ് ബാസ്ക്കറ്റിൽ നേരെ വേസ്റ്റ് ഇടാതെ ഇതുപോലെ ഒരു ഗാർബേജ് ബാഗ് വെച്ചിട്ട് അതിലേക്ക് ഇടുവാണെങ്കിൽ ഉണ്ടല്ലോ വളരെ സൗകര്യമുണ്ട് അല്ലേ, എടുത്ത് കളയാം. അതെ. അല്ലെങ്കിൽ നേരെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുവാണെങ്കിൽ അതെപ്പോഴും നമ്മൾ ഒരു അഴുക്ക് പിടിച്ചിരിക്കും. നീ ഇതിനകത്തേക്ക് ഇട്ടാൽ മതി. ഞാൻ ഇതിങ്ങനെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയില്ലേ എപ്പോഴും ചെയ്യണ. കറക്റ്റ് ലെങ്ത് അല്ലേ അത്, കാരണം അല്ലെങ്കിൽ ചുരുണ്ട് കൂടുണ്ടേ. അത് ഇതിനു വേണ്ടി തന്നെ അങ്ങ് വെച്ചേക്കും. ഇത് മേടിച്ചതിന് ശേഷം ശരിക്കും തുണിയിടുന്ന ക്ലിപ്പ് കുറേ ഒരേ ഡസം വീതം ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം 2 ഇതിനെ എടുത്തു കഴിഞ്ഞേച്ച് ഞാനിപ്പോൾ ഇതിന് വേണ്ടി മാത്രം അത് വെച്ചേക്കും. പിന്നെ തുണിക്കിടാൻ വേറെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നീ പറഞ്ഞ പോലെ ഇത് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ഈ ചെടികൾക്കൊക്കെ വളയിടാനായിട്ട് നമ്മൾ ഒരു വളക്കുഴി ഉണ്ട്. അതിലാണ് നമ്മളിത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. വേസ്റ്റ് ആട്ടോ. പിന്നെ ഇത് ഞങ്ങൾ ഒത്തിരി മുമ്പ് മേടിച്ച സാധനമാണ് ഈ ബാസ്ക്കറ്റ്. ഞങ്ങൾ കിച്ചണിൽ സ്പേസ് കുറവായതുകൊണ്ട് കിച്ചണിൽ ഇത് വെക്കാറില്ല. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കിച്ചണിൽ വെക്കണവരാണെങ്കിൽ അത് അടപ്പുള്ള, ഇങ്ങനെ ഹോൾസ് ഇല്ലാതെ അടപ്പുള്ള
പ്ലാസ്റ്റിക് നമ്മൾ ടോയ്ലറ്റിൽ വെച്ചിട്ടില്ലേ അങ്ങനെയുള്ളത് വെക്കുമായിരിക്കും നല്ല. കാരണം അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് അതിൽ കിടപ്പണമെങ്കിൽ സ്മെല്ല് വരും. പിന്നെ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്മെല്ല് വരും. ഞാൻ ആ വർക്ക് ഏരിയയിൽ സിങ്കിൻ്റെ അവിടെ തന്നെ വെച്ചേക്കണം. അപ്പോൾ കറിവേപ്പില സംഗതി ഇങ്ങനെ കറികളൊക്കെ കഴിച്ചതിൻ്റെ ഒക്കെ വേസ്റ്റൊക്കെ ഉണ്ടോ അതിങ്ങനെ അങ്ങ് ഇട്ട് വെക്കും. അപ്പോൾ വേസ്റ്റ് ഈ വർക്ക് ഏരിയ ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ തുറന്നിരുന്നാലും കുഴപ്പമില്ല. കിച്ചണിൽ ഒരിക്കലും തുറന്നുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് വെക്കരുതെന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. പിന്നെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം നിങ്ങൾ ഷെയർ ചെയ്തേരാം. അപ്പം പിന്നെ ഒരു അഭിപ്രായം കൂടി ഉണ്ട്. അതിന് നമ്മൾ ടോയ്ലറ്റിലൊക്കെ വെക്കുന്നത് പോലെ ഇവിടെയും ക്ലോസ് ആയിട്ടുള്ളത്, നെറ്റില്ലാതെ. ഇത് ഇപ്പം നെറ്റുള്ളതാണ്. അപ്പോൾ ഹോൾസ് ഇല്ലാതെ കംപ്ലീറ്റ് അടഞ്ഞിരിക്കണ ബാസ്ക്കറ്റ് എപ്പോഴും നല്ലത്. അഭിപ്രായം പറഞ്ഞതാട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളും ഓരോരുത്തരുടെ കിച്ചണിൽ എങ്ങനെ ചെയ്യണമെന്ന് അവരവരുടെ തീരുമാനങ്ങളല്ല, ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, വെക്കാം.